മുസ്ലിം വിഭാഗങ്ങളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ് എന്ന കെ.ടി. ജലീൽ എം.എൽ.എയുടെ പ്രസ്താവന സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാണ്. റിപ്പോർട്ടർ ടിവിക്കൊപ്പം ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുലമയുടെ സെക്രട്ടറിയും മഅ്ദിൻ അക്കാദമി ചെയർമാനുമായ ഖലീൽ ബുഖാരി തങ്ങൾ ചേരുന്നുണ്ട്. ആ പ്രസ്താവനയെ ശരിക്കും എങ്ങനെയാണ് തങ്ങൾ കാണുന്നത്? മതപഠനം പൂർത്തീകരിച്ച ഒരാളിൽ നിന്നും അത് കാണാൻ കഴിയില്ല. പിന്നെ മതപഠനം എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് വരെയാണെന്ന് മനസ്സാക്കിയതാണ് ഏറ്റവും വലിയ അബദ്ധം. പിന്നെ ഇതൊന്നും മതാടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ട വിഷയമല്ല. അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്, രാഷ്ട്രീയക്കാരല്ല. അദ്ദേഹം അതിന് എന്തെങ്കിലും കണക്കോ മറ്റോ വെച്ചാൽ ഞങ്ങളാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന നേരെ എതിരാണ്. മുസ്ലിമീങ്ങൾ മുൻകാലത്തെ അപേക്ഷിച്ച് കൂടി വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം മതവിദ്യാഭ്യാസം കുറഞ്ഞതാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. തീർച്ചയായിട്ടും അത് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നത് ശരിയായില്ല എന്ന് ഞങ്ങൾ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, പറയുന്നു. റംളാൻ 27ാം രാവും വെള്ളിയാഴ്ച രാവും ഒത്തുവരുന്നത് വല്ലപ്പോഴുമാണ്. അത് മുസ്ലിം സമൂഹം വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന രാത്രിയാണ്. അന്ന് അവിടെ കൂടുന്ന ജനലക്ഷങ്ങൾ, രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അന്നത്തെ പ്രാർത്ഥനാ സംഗമം, ആ കൂടിയ മുഴുവൻ ആളുകളും റബ്ബിനെ സാക്ഷി നിർത്തി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാനത് തൊടുകയില്ല, അതുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന പ്രതിജ്ഞ ജനലക്ഷങ്ങളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തും. അതോടുകൂടെ തന്നെ അവിടെ പഠിക്കുന്ന 33,000 കുട്ടികൾ, പഠനം പൂർത്തിയാക്കിയ 10,000-ങ്ങൾ, ഞങ്ങളുടെ മദ്രസകൾ, ഞങ്ങളുടെ പള്ളികൾ, ഞങ്ങൾക്ക് ഖാലിസ്ഥാനുള്ള മഹല്ലത്തുകളിലൊക്കെയും 10 ലക്ഷം കുടുംബങ്ങളിലേക്ക് ബോധവൽക്കരണങ്ങൾ നടത്തുന്നു, സൗജന്യ ഹെൽപ്പ് ലൈൻ നടത്തുന്നു, കൗൺസിലിംഗ് നടത്തുന്നു. 1000 കിലോമീറ്റർ ഞങ്ങൾ അതിന് വേണ്ടി യാത്രകൾ നടത്തുന്നു. വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ആവിഷ്കരിച്ചുള്ളത്. ഈ കാര്യങ്ങൾ തന്നെയാണ് വളരെ പ്രധാനമായി കെ.ടി. ജലീലിൻ്റെ പ്രസ്താവന. അത് രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ്, മതാടിസ്ഥാനത്തിലല്ല ഈ വിഷയങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതെന്നും ഖലീൽ തങ്ങൾ വ്യക്തമാക്കുകയാണ് റിപ്പോർട്ടർ ടിവിയോട്. ക്യാമറാമാൻ മനുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.